Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണ്. ഫിഷ് കറി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനൊരു കഥ പിന്നിലുണ്ട്. എന്നാന്ന് വെച്ചാൽ ഏട്ടനൊരു തമിഴ് പടം വർക്ക് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഏട്ടൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്. പുള്ളിക്കാരൻ്റെ വൈഫ് ഏട്ടന് ചെയ്തു കൊടുത്ത ഒരു മീൻകറിയാണ്. അപ്പോൾ ഏട്ടന് പറയുന്നത് വെച്ചാൽ അത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ വെച്ച് നോക്കുവാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഒരു ഇച്ചിരി വ്യത്യാസം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ജീരകപ്പൊടി ഇടുന്നുണ്ട്, ഉലുവാപ്പൊടിയൊക്കെ ഇടുന്നുണ്ട്. ജീരകപ്പൊടി മാത്രമേ ഉള്ളൂ നമ്മുടെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസമായിട്ട്. മറ്റേതെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. തേങ്ങ അരച്ച് വെക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിനൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതെന്നാന്നുള്ളത് നമ്മൾ വെച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. ഇനി പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ രീതിക്കാ മാറ്റം, അല്ലാതെ പിന്നെ ചേർക്കുന്ന ഒരു രീതിയുണ്ട്. അതിൻ്റെ ഒക്കെ ആയിരിക്കും അതിൻ്റെ ഫ്ലേവർ മാറുന്നത്. ഇനിയിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുപോലെ ഇരിക്കുവേ, പക്ഷെ ചേർക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടെങ്കിലും കറിക്ക് വ്യത്യാസമുണ്ട്, ആ രുചിക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ഇതിനകത്തൊരു വ്യത്യാസം ഞാൻ കണ്ടേക്കുന്നത്, നമ്മൾ സാധാരണ മീൻകറിയിൽ എന്നാ ചേർക്കുന്നത്, ചെറിയ ഉള്ളിയല്ലേ, അന്നേരം ഇതിനകത്ത് കുറച്ച് സവാളയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് ആസ് യൂഷ്വൽ എല്ലാ കറികൾക്കും ചേർക്കുന്ന പോലെ മീൻകറിയിൽ ഒരു അല്പം കടുക്, പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി അരച്ചതാ. ഇത് അരച്ച് ചേർക്കാൻ കാര്യം എന്നാണെന്നറിയാവോ, കുറച്ച് കറിക്ക് കൊഴുപ്പ് കിട്ടാനായിട്ടാണ്. അതല്ല അരിഞ്ഞ് ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി ചതച്ചതാ, അല്ലെങ്കിൽ അരിഞ്ഞതോ ഏതായാലും മതി. പിന്നെ ഉള്ളത് ഒരു വലിയ സവാള, അല്ലെന്നുണ്ടെങ്കിൽ മീഡിയം സൈസ് ഒരു സവാള ആയാലും മതി. ഒരു സവാള ഒരുപാട് കൂടിപ്പോയാൽ മതിരിക്കും. അതുകൊണ്ട് സവാളയുടെ രുചി അധികം കൂട്ടണ്ട. ഇതിന് പകരം ചെറിയ ഉള്ളി ഇടണമെന്ന് തോന്നിയാൽ അതും ചെയ്യാം. പിന്നെ വേണ്ടിയത് പൊടികളെല്ലാം നമ്മുടെ വീട്ടിലുള്ളതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, ഇത് ഞാൻ കാശ്മീരിയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഉള്ളത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇതൊരു മുഴുത്ത തക്കാളി അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് 2 തക്കാളി. ഇത് കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചേക്കുക. ഇതിൻ്റെ പുളി അനുസരിച്ച്, അതായത് ഒരുപാട് എടുക്കുകയല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ തക്കാളിയും കൂടെ ചേർത്തതാ. തക്കാളി ഒരുപാട് പഴുത്തതല്ല, അതുകൊണ്ട് ഒരു ഇച്ചിരി പുളിയുണ്ട്. ഇതെന്നാന്നറിയോ, നമ്മുടെ നല്ല പച്ച തേങ്ങ, ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചേക്കുക, നല്ല മഷി രൂപത്തിൽ. പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് ജീരകപ്പൊടി, ഇത് കുറച്ച് ഉലുവാപ്പൊടിയാണ്. ഇതൊക്കെ ഒരു പിഞ്ചേ ഇടത്തുള്ളൂ. ഇനിയിപ്പോൾ ഉലുവാപ്പൊടി ഇടാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടുക് പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് ഉലുവ ഇട്ടേച്ചാലും മതി. ഇത് കുറച്ച് മീൻ. ഇതിപ്പോൾ ഇന്ന കഷ്ണം മീൻ തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് മീനായാലും ഇതിന് ഉപയോഗിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ, നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും കരുതുന്ന തന്നെ നല്ല കഷ്ണം കൊടുക്കണം, നല്ല മീൻ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെപ്പോഴും കഷ്ണമുള്ള മീനാണ് മേടിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. ഇത് എപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയിലാണ് ഇതുണ്ടാക്കണ്ടേ. അവർ ശരിക്കും എന്നോട് പറഞ്ഞു തന്നത് കടുകെണ്ണയാണ്. നമുക്കൊക്കെ ഇഷ്ടം വെളിച്ചെണ്ണയല്ലേ, അപ്പോൾ ഞാൻ ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യാവേ. ഇനി ചട്ടി ഒന്ന് നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുകിടും. കടുകല്ല, ഉലുവ ഇഷ്ടമുണ്ടെങ്കിൽ ഉലുവ ഇടാം. ഇവിടെ ഇപ്പം ഞാൻ ഇടാൻ പോകുന്നത് കടുകാണ്. കടുക് ഇട്ടേച്ച് മക്കി ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം കൂടെ നല്ലതായിട്ട് വഴറ്റുക. ഇനി മീൻകറി വെക്കുന്ന സമയത്തോ ഇറച്ചിക്കറി വെക്കുന്ന സമയത്തോ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സവാള ആന്നേലും ചെറിയ ഉള്ളി ആന്നേലും ഏത് മൂപ്പിക്കുവാന്നേലും നല്ല അസലായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കറിയിൽ ആ സവാള അങ്ങനെ കിടക്കുന്ന കാണുകയില്ല. അതെല്ലാം നമ്മളൊന്ന് വഴറ്റിയൊക്കെ എടുക്കുവാണെങ്കിൽ സവാള ത്രൂ ഔട്ട് ആ കറിയിൽ കാണും. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ മീൻകറിയും ഇറച്ചിക്കറിയും ഒക്കെ ഒരു കൊഴുത്ത കറി, ആ ചാറ് കൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കാമെങ്കിൽ ആ പറഞ്ഞ പ്രയാസം അങ്ങ് മാറിക്കിട്ടും. ഇനിയിപ്പോൾ എണ്ണ ചൂടായിട്ട് ഞാൻ കടുകിടുക. ആക്ച്വലി കടുക് പൊട്ടുന്നതിനും ഒരിതുണ്ട് കേട്ടോ. ആ കടുക് പൊട്ടിയാലേ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ആ ഹോൾ കറിയിലേക്ക് വരത്തുള്ളൂ. ഇപ്പം കടുക് പൊട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കടുക് പൊട്ടുന്ന സമയം പോലും ഞാൻ എപ്പോഴും ആലോചിക്കും, എൻ്റെ വീട്ടിലേക്ക് അമ്മച്ചി ഉണ്ടല്ലോ, അമ്മച്ചി അന്നേൽ എന്നെ അടുത്ത് നിന്നേച്ച് എപ്പോഴും ഇവിടെ എണ്ണയിൽ പണി എടുത്തുകൊണ്ടിരിക്കുവാണെങ്കിൽ അമ്മച്ചി ഇങ്ങനെ എത്തി നോക്കി വെച്ച് പറയും, ആ കടുക് പൊട്ടിയിട്ട് ഇട്ടാൽ മതി എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അമ്മച്ചി എന്നെ ശീലിപ്പിച്ചാട്ടോ അത്. ഓക്കെ, കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതേ ഞാനൊരു ഇഞ്ചി അരച്ചതാണെങ്കിൽ ഒരു ശകലം മതി, ഒരുപാട് അതിൻ്റെ ഒരു കുത്തൽ വരണ്ട. അതിന് വരെ ഒരു 3/4 ടീസ്പൂണോളം ഇട്ടേച്ചാൽ മതി.
ഇതൊന്ന് ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂക്കണേ. എന്നാന്നോ ഇതെല്ലാം ആ കറിക്കകത്ത് ആ ഒരു കുത്തൽ വരും. വെളുത്തുള്ളിയുടെ ആയാലും ഇഞ്ചിയുടെ ആയാലും കടുകിൻ്റെ ആയാലും ഒക്കെ നമ്മളൊരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ അധികമായാൽ അമൃതവും വിഷം എന്ന് പറയുന്ന പോലെ ആ ഒരു കയ്പ്പ് രസം എത്രയായാലും മുന്നിട്ട് നിൽക്കും. ഇപ്പൊ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്തു. ഇനി ചേർക്കാൻ പോകുന്ന സവാളയാണേ. സവാള ആണെങ്കിൽ സവാള, അതല്ല ചെറിയ ഉള്ളി ആന്നേല് അങ്ങനെ ചേർക്കും. 1 കിലോ മീനിനൊക്കെ ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു വലിയ സവാള ധാരാളം മതിയാവും. അപ്പം എൻ്റെ ഒരു പിടി കണക്കാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നേ. മതി. ഇതിനകത്തോട്ട് ഒരു 2 തണ്ട് കറിവേപ്പില. വഴറ്റാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വഴറ്റണം. ഇല്ലെന്നുണ്ടെങ്കിൽ സവാള മുഴുവനും ആ കറിയിൽ മുഴുവൻ ഇങ്ങനെ കടിക്കും. ഓക്കെ, നമ്മുടെ ഉള്ളി ഏകദേശം വഴണ്ടു. ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് ആ ചേർക്കാനുള്ള പൊടിയെല്ലാം ചേർക്കാം. ഫസ്റ്റ് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി. തീ കുറച്ചേക്കുക. തീ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, ചട്ടിക്ക് ചൂട് കൂടുതലായതുകൊണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 സ്പൂണ്, ഒന്നല്ല ഒരു 1.5 സ്പൂൺ ഇടാം. കാശ്മീരി മുളക് പൊടി അടുത്ത ഞാൻ, അതല്ല നമുക്ക് സാധാ എരിവുള്ളതാ വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഒന്നര ടീസ്പൂൺ ഞാൻ മല്ലിപ്പൊടി ഇട്ടപ്പോൾ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ആയിട്ട്. ഇനി ഇതൊന്ന് ആ ചട്ടിക്ക് തന്നെ നല്ല ചൂടുണ്ട്, എണ്ണയ്ക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ പൊടി മൊരിയാൻ അധികം സമയമൊന്നും വേണ്ട. ഞാൻ തീ ഓഫ് ചെയ്തായിരുന്നു. ഇനി ഇതിനകത്തോട്ടാന്നു ഞാൻ കുറച്ച് തക്കാളി ഇടാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു വലിയ തക്കാളി എന്ന് വെച്ചോ, കാര്യം നമ്മൾ പുളിവെള്ളം കൂടെ ചേർക്കാനുള്ളതല്ലേ. നമ്മുടെ പൊടി ഒരു ഇച്ചിരി അധികം മൂത്ത് പോവാന്ന് തോന്നിയാൽ ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ആ തക്കാളിയും കൂടെ ഒന്ന് മാഷാക്കി എടുക്കണേ. അപ്പൊ പൊടി ഒന്ന് വേവുകയും ചെയ്യും, തക്കാളിയും ഒന്ന് വെന്ത് കിട്ടും. തക്കാളി കണ്ടോ ഏകദേശം ഉടഞ്ഞു, നമ്മൾ ഒഴിച്ച എണ്ണ തെളിഞ്ഞു വന്നു. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ തീ ഒന്ന് നല്ലതായിട്ട് കുറച്ച് വെച്ച് കുറച്ച് പുളിവെള്ളം, അതായത് ഇത് വാളം പുളിയാ. നേരത്തെ തക്കാളി ചേർത്തായിരുന്നു, പുളി നോക്കിയേച്ച് വേണം ചേർക്കാനായിട്ട്. പോരാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. ഈ പുളിവെള്ളവും ഒഴിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ചേർത്ത എണ്ണ ഇതൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. അതധികം താമസം വരികയില്ല, വിത്തിൻ സെക്കൻഡ്സ് തന്നെ അതായിക്കോളും. കാര്യം നമ്മുടെ ചട്ടി നല്ല ചൂടാ. വേണ്ടേ, ഞാൻ പറഞ്ഞ പുറകെ തന്നെ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു. എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വെന്ത് മൂത്ത് വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സിംറ്റം. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. വെള്ളം എന്നാന്ന് വെച്ചാൽ നമുക്ക് മീൻ വേവാനുള്ള വെള്ളമാണ്. തേങ്ങ അരച്ച് ചേർക്കാനുണ്ട്. മീനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും, അത് നോക്കിയേച്ച് നമുക്ക് ചേർക്കാം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, അതായത് അത്രയും മീനിന് വേണ്ടിയിട്ടുള്ള ഉപ്പ്. ഇപ്പോൾ ഉപ്പായി, എരിവായി, പുളിയായി എല്ലാം ആയി. ഇനി മീനിൻ്റെ തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് മീൻ അങ്ങ് ചേർക്കാം. മീൻ ചേർത്തതിന് ശേഷം ഒരു കൂടിപ്പോയൊരു മീൻ എന്നാ വേവുണ്ട് അല്ലേ, എത്ര നേരത്തെ വേവാ, ഒരു ഹാഫ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ തേങ്ങ അരച്ചതും കൂടെ ഇതിനകത്ത് ചേർക്കണം. തേങ്ങ അരച്ചത് ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പിഞ്ച് ഉലുവാപ്പൊടിയും ഒരു പിഞ്ച് ജീരകപ്പൊടിയും കൂടെ ചേർക്കണം. ഓക്കെ, നമ്മുടെ മീൻകറിയുടെ ഗ്രേവി തിളച്ചു. ഇനി ഞാൻ ഇതിനകത്തോട്ട് മീൻ ചേർക്കുക.
ഇതൊന്ന് എന്താ പറയാ, മീൻ ഒരു ഹാഫ് വേവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ തേങ്ങ അരച്ചതും ഉലുവയും ജീരകവും കൂടെ ചേർക്കണം. ഈ എന്താ പറയാ, അത് ഇപ്പൊ ചേർത്തൂടെന്ന് ചോദിച്ചാലില്ലേ, അത് ഞാൻ ചേർത്ത് നോക്കിയതാണ്. അപ്പോൾ ആ ഫ്ലേവർ കറക്റ്റായിട്ട് വന്നില്ല. ഇതൊരു പകുതി വെന്ത് കഴിയുമ്പോഴത്തേക്ക് തേങ്ങ അരച്ചതും ഉലുവായും ജീരകവും കൂടെ ചേർത്തേച്ച് നല്ല ഫുൾ വേവിച്ച് അങ്ങ് വറ്റിച്ചെടുത്ത് നമ്മൾ ചേർത്ത എണ്ണ മുഴുവൻ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ മീനിന് വേവാൻ അധികം സമയം വേണ്ട. ഈ ഞാൻ വർത്താനം പറയുന്ന നേരം പോലും മതി മീനിന് അത്രയൊന്നും ആവാനായിട്ട്. ഇനി ഈ സെയിം സാധനം തേങ്ങ അരച്ച് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചും ചേർക്കാം. അതായത് ഇപ്പം ഞാൻ വെള്ളം ചേർത്ത സമയത്ത് 2ാം പാൽ ഒഴിക്കുക, തേങ്ങ അരച്ചത് ചേർക്കുന്ന സമയത്ത് 1ാം പാലും ചേർക്കാം. അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് തേങ്ങ ഭയങ്കര വില കൂടി നിൽക്കുന്ന സമയത്ത് തേങ്ങ ഒരുപാട് ഉപയോഗിച്ച് ഉള്ള ഇത് വരണ്ട. തേങ്ങ കുറച്ച് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ തേങ്ങ അരച്ചത് ചേർത്താൽ കറിക്ക് കുറച്ച് കൊഴുപ്പും കിട്ടും, എന്താ പറയുക, തേങ്ങയും ലാഭിക്കാം. ഇപ്പം ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അതിപ്പോൾ മീൻ നല്ലോണം വെട്ടി തിളച്ചു. മീൻ വേവാൻ അധികം നേരം വേണ്ട. പക്ഷേ നമ്മുടെ ആ പച്ച തേങ്ങയുടെ ഒരു പച്ച ചുവ മാറണമല്ലോ. ഞാൻ ചേർത്തിരിക്കുന്ന മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ആ തേങ്ങയിലും വരണം അല്ലേ, അല്ലെങ്കിൽ അതിന് റോ ടേസ്റ്റ് വരും. അപ്പം ഇപ്പം ഞാൻ ആ തേങ്ങയും കൂടെ ചേർക്കാൻ പോവാ. ഒരു അരമുറി തേങ്ങ അത്ര മതി. ഇനി ഇതിനകത്തോട്ട് ഒരു നുള്ള് ജീരകപ്പൊടിയും ഒരു നുള്ള് ഉലുവാപ്പൊടിയും. ഉലുവ ഒരുപാട് കൂടരുത്, കഴിക്കും. അതേപോലെ തന്നെയാണ് ജീരകവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ കറി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നാടൻ വിഭവം ചെയ്യാം വിചാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ കറി നമ്മുടെ പ്രേക്ഷകർക്ക് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു വ്യത്യാസവും ഇല്ല അല്ലേ. ഒരു ചെറിയ ജീരകപ്പൊടി മാത്രമേ ചേരുന്നുള്ളൂ. മറ്റേത് ഉലുവ പൊട്ടിക്കും, കടുകിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ സവാളയ്ക്ക് വരും, ചെറിയ ഉള്ളി വഴറ്റും, ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തേച്ച് ഈ ഒരു കറി വെച്ച് നോക്കിയേ, നമ്മൾ നാട്ടിൽ കഴിക്കുന്ന പോലത്തെ ടേസ്റ്റേ അല്ല, എൻറ്റയർലി ഡിഫറെൻറ്റ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഇന്ന് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്നാന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് ചേർത്തല ജയൻ ചേട്ടനാണ്. ജയൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ, ചേർത്തല എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ മീനിൻ്റെ വിഭവങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. അതായത് ടേസ്റ്റിനായാലും ശരി, ഈ പറഞ്ഞ പോലെ വെറൈറ്റിയിലായാലും ശരി, ഒത്തിരിയാണ്. അപ്പോൾ അത് എപ്പോഴും കഴിച്ച് ശീലിച്ചിരുന്ന ഒരു വ്യത്യാസമായിട്ടൊരു ടേസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിലെ സെയിം ആണ്. ഒരു വ്യത്യാസം ജീരകപ്പൊടി മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഞാൻ പറഞ്ഞ പോലെ രീതിയിൽ വെക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടൊരു മീൻകറി നമ്മുടെ വീട്ടിലേക്കും നമുക്ക് ചെയ്യാൻ നോക്കും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ, മീൻ ഇനി വെന്ത് ആ എണ്ണയൊന്ന് തെളിയുന്ന സമയം വേണം, എന്നാലേ നമുക്ക് ജയിഞ്ചേട്ടനുമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ചുമ്മാ സ്ത്രീകളെ ബഹുമാനിക്കണം എന്ന് എവിടേക്കോ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് എങ്ങനെ എഴുന്നേറ്റാ? എന്നാ വിശേഷം? എന്നാ വിശേഷം? ഈ ദേ പിന്നെയും ഞാൻ പറഞ്ഞ 2 കാര്യമാണ്. ഒന്ന് അമൃതയിൽ അങ്ങ് ദേ പിന്നെയും വെച്ച് അങ്ങ് സൈൻ ചെയ്യുമല്ലേ. രണ്ടാമത് നമ്മൾ പിന്നെയും കാണും. അതെ, സെക്കൻഡ് സീസൺ നമ്മുടെ ലാസ്റ്റ് നമ്മൾ കണ്ടതിന് ശേഷം ഇതുവരെ നോക്കുവാണെങ്കിൽ ജയിച്ചേട്ടന് ഭയങ്കര ഒരു മാറ്റമുണ്ട്. എന്നാന്നറിയാവോ, ഇപ്പൊ പ്രസന്റ്ലി പറയുവാന്ന് കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുക. ജയിച്ചേട്ടൻ ഹൗ ആ ചേഞ്ച്?
അതിന്റെ വിഷയം എന്താ അറിയോ, ഞാൻ ഈ പഠിക്കുന്ന കാലം തൊട്ട് ആ ജീവിതത്തിൽ എനിക്ക് ശീലമില്ലാത്തതാണ് നെഗറ്റീവ് ക്യാരക്ടേഴ്സും ഓവറായിട്ട് ഈ റെൻഡറിങ്ങിൽ പ്രത്യേക സ്റ്റൈലുള്ള ഇപ്പം രൗദ്രമായാലും കിങ്ങാണ്ട കമ്മീഷണർ ആയാലും പരുന്തായാലും ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ള വളരെ ലൗഡായിട്ട് വളരെ പ്രോമിനൻ്റ് ആയിട്ട് വളരെ അസേർട്ടീവായിട്ട് സംസാരിക്കുന്ന ക്യാരക്ടേഴ്സാണ് ഞാൻ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അങ്ങനെ സംസാരിച്ചിട്ടില്ല. വെരി ഗുഡ്. അപ്പം എനിക്ക് വഴങ്ങുന്നത് ഇപ്പം എൻ്റെ വീട്ടിൽ വന്ന എൻ്റെ മോൻ അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവന്റെ അമ്മയെ പേടിയാ, അമ്മയെ ബഹുമാനമാണ്. എനിക്ക് അവനൊരു മാതിരി അവനേക്കാൾ 2 ക്ലാസ് താഴെ പഠിക്കുന്നവരുടെ മാറുന്നത്. അപ്പൊ ആ ആറ്റിറ്റ്യൂഡാണ് എൻ്റെ ലൈഫിൽ അന്നോട്ട് ഇന്ന് വരെ ഉള്ളത്. അപ്പൊ ബേസിക്കലി ജയിച്ചേട്ടൻ പറയുന്നത് റിയൽ ലൈഫിൽ ജയിച്ചേട്ടൻ അങ്ങനെയാണ്. ഞാൻ പിന്നെ വളരെ കംഫർട്ടബിളാണ്. കാര്യം അത് ഞങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ ഉണ്ണിയേട്ടനോട് പറഞ്ഞു, എൻ്റെ ഡയറക്ടറോട്, ഉണ്ണിയേട്ടാ എന്നെ ഇന്ന് വരെ ജീവിതത്തിൽ എൻ്റെ ശരീരമേ സിനിമയ്ക്ക് യൂസ് ചെയ്യാറുള്ളൂ, എന്നിൽ ഞാൻ എന്നാണോ എന്നുള്ളത് എനിക്കൊന്ന് കാണിക്കാൻ ഒരു അവസരം സിനിമ തന്നിട്ടില്ല, നമുക്ക് ഇതിലൊന്ന് ട്രൈ ചെയ്താലോ. അങ്ങനെ ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് സിനിമയിൽ നമ്മുടെ ഈ പടങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ ഗ്രാഫ് നമ്മൾ തിരിച്ചറിയുമല്ലോ. എനിക്ക് മനസ്സിലായി എൻ്റെ ക്യാരക്ടറിൻ്റെ പൊക്ക് മേപ്പോട്ടല്ല, സമനിലപ്പുമല്ല, താഴോട്ടാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവിൽ നിന്ന് എനിക്ക് വേറെ ആരും ഇല്ലല്ലോ എന്നെ പൊക്കിക്കൊണ്ടിരുന്നു, ഞാൻ തന്നെ ഇറങ്ങണ്ടേ. അപ്പം അതിന് കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഐ ഷുഡ് കം ടു സംവെയർ വെയർ ഐ എം കംഫർട്ടബിൾ. അപ്പോൾ അതിൽ ദ മോസ്റ്റ് കംഫർട്ടബിൾ പൊസിഷൻ എന്ന് പറയുന്നത് എനിക്ക് ഞാനായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് പറ്റിയത് ഈ സീരിയൽസ് പറ്റത്തില്ല. പിന്നെ നമുക്ക് പറ്റുന്നത് ഈ സിറ്റ്കോം ആകുമ്പോൾ എനിക്ക് എന്നെ തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് ഐ ആം റിയലി കംഫർട്ടബിൾ. അത് ചെയ്യുമ്പം ആ സീൻ ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചു. പിന്നെ നമുക്ക് പിന്നെ ഉണ്ണിയേട്ടൻ്റെ ഒരു വലിയ ഗുണമുള്ള എന്താ വെച്ചാൽ, ഉണ്ണിയേട്ടൻ ആദ്യം ഇത് ഗ്രൂം ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ പുള്ളി പറഞ്ഞത് സീൻ പഠിച്ചോടുക, എന്നിട്ട് അന്നേരം മറക്കുക. ഇത് ലോകത്താരെങ്കിലും പറയൂ? കറക്റ്റ്. പുള്ളി പറയുന്നത് സീൻ പഠിക്കണം, 3 പേജ് കാണും ഒരു സീൻ, ഈ 3 സീൻ അങ്ങോട്ട് പഠിക്കുക. പഠിച്ചല്ലോ, എല്ലാവരും പറഞ്ഞു നോക്കിയേ, അതിനെ എല്ലാവരും മറന്നേ. നമ്മൾ അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ കുടിച്ച് അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങി അടിച്ച് നടന്ന് സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞ് 3 ക്യാമറ ഉണ്ടല്ലോ, അവരൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞ് തിരിച്ചു വന്നിട്ട് ഓക്കെ അല്ലേ, ടേക്ക് പോവാം, എല്ലാവരും കയറി നിന്നു. പിന്നെ അങ്ങ് തുടങ്ങുക, ആർക്ക് വായിൽ എന്ത് വരുന്നു അത് പറയും. അപ്പൊ പണ്ടേപോലെ ഡയലോഗ്സ് അതേപോലെ വരണം, ഒന്നുമില്ല, അങ്ങനെ പറയുകയെ ചെയ്തെന്നാ പുള്ളി പറയുന്നത്. സ്ക്രിപ്റ്റിലുള്ളത് പറയരുത്. എന്നിട്ട് പ്രോംപ്റ്റിംഗ് ഇല്ലല്ലോ, സിംഗ് സൗണ്ട് അല്ലേ, എന്തെങ്കിലും ആനിബായി പറഞ്ഞത് തെറ്റിപ്പോയിന്ന് വെച്ചോ, അപ്പം മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞേ, ഇത് ഞാൻ തന്നെ ചോദിച്ചോണം. അവിടെ കട്ട് പറയത്തില്ല. പുള്ളി പറഞ്ഞാൽ ഞാൻ പറയാതെ വായനക്ക് നിർത്തിപ്പോരുത്, ഞാൻ കട്ട് പറയുന്ന അധികാരം എനിക്കേ ഉള്ളൂ. അത് എവിടം വരെ പോകുന്നോ, എനിക്ക് കട്ട് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞാൻ കട്ട് ചെയ്യും. അല്ലാതെ നമ്മുടെ ഡെയിലി റൂട്ടീൻ പോലെ അങ്ങ് പോകണം. ജീവിതത്തിൽ പറയുന്ന പോലെ എന്ത് തിരുത്തണമെങ്കിൽ തിരുത്താം. അതുപോലെ ഒരു ഡയലോഗിൽ അടുത്ത ഡയലോഗിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടേ പറയാം, കാരണം ക്ലാഷ് വരരുത്. ബാക്കി എല്ലാ ഫ്രീഡവും നമ്മുടെ ഭാഷയിൽ പറയാം, നമ്മുടെ ഡയലോഗ് പറയാം. അതിനകത്ത് ഒരുപാട് ഞാൻ എൻ്റെ ഭാര്യയുടെ പറയുന്ന ഡയലോഗ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പം ഏറ്റവും നമുക്ക് ടെൻഷൻ ഇല്ല അല്ലേ? ഒരു ടെൻഷനും ഇല്ല. ഞങ്ങളിങ്ങനെ വഴക്കിടുന്ന സീനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇവള് ജയശ്രീ എന്നിരുന്ന് കാണും, ഇവിടെ പറയുന്ന ചില ഡയലോഗുകളൊക്കെ എന്നോട് പറയുന്നതൊക്കെ ചില റിപ്പീറ്റ് ഉണ്ടോ എന്നൊരു സംശയം. ഞാൻ പറഞ്ഞു അത് ആ ക്രാഫ്റ്റ്, ഉണ്ണിച്ചേട്ടന്റെ ക്രാഫ്റ്റ്, അത് സത്യത്തിൽ അദ്ദേഹത്തെ സമ്മതിച്ചു. കറക്റ്റ് അല്ലേ? ഒരു ആർട്ടിസ്റ്റിനുള്ള അദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ പലപ്പോഴും വെറുതെ സംസാരിക്കുമ്പോൾ എന്നോട് പറയും, അമൃതയിലാണ് ഞാൻ ആദ്യം ചെയ്തു തുടങ്ങുന്നത്. ശരിക്കും ഫ്രീഡം തരുമ്പോ തന്നെ ആർട്ടിസ്റ്റ് ഫ്രീ ആയി. രസാന്നറിയോ, ഞാൻ ജീവിതത്തിൽ വിചാരിച്ചു ഇനി എന്തെങ്കിലും ഒരു പടം നമ്മൾ ചെയ്യാൻ ഒരു ഭാഗ്യം ഉണ്ടാകുകയാണെങ്കിൽ ആ പാറ്റേണിനെ ഒന്ന് അനുകരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. എന്നറിയോ, ഒരു ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഒരു ഏരിയ ആയിരിക്കും അത്. ജയൻ ചേട്ടാ, ശരിക്കും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, റിയൽ ലൈഫിൽ ജയൻ ചേട്ടന് ഈ പറഞ്ഞ പോലെ കിട്ടിയ ക്യാരക്ടേഴ്സ് കംപ്ലീറ്റ് വില്ലനും നെഗറ്റീവ് ദേഷ്യം ഇതൊന്നും അല്ല ജയൻ ചേട്ടൻ. ഞാൻ ദേഷ്യപ്പെടാറില്ല, അറിയാമല്ലോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ സിനിമയിൽ ഇന്ന് വരെ ഞാൻ ദുഃഖിക്കുന്ന ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഞാൻ ചിലപ്പം വളരെ നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ വല്ലാണ്ട് വിഷമിക്കാറുണ്ട്. ദേഷ്യം എനിക്ക് വരും എപ്പോഴാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്, ഒരു ചെറിയ തെറ്റ് ചെയ്തെന്ന് വെച്ചോ, എനിക്ക് ദേഷ്യം വരും. എനിക്കൊരു പരിചയമില്ലാത്തവൻ എൻ്റെ തലക്കെട്ട് അടിച്ചിട്ട് പോയാലും ഞാൻ മിണ്ടത്തില്ല, അവിടുന്ന് മാറും, അവിടുന്ന് ഞങ്ങൾ സ്കൾക്ക് ചെയ്ത് പോകാന്നുള്ളതാണ്. കാരണം എനിക്ക് പരിചയമില്ലാത്തവനുമായിട്ട് എനിക്ക് ചൂടാകാൻ എനിക്ക് പറ്റും. ഏറ്റവും എൻ്റെ കൂടെ നടക്കുന്നവർക്കാണ് എന്നെ കൊണ്ട് ഉപദ്രവമുള്ളത്. എൻ്റെ ഭാര്യയ്ക്കായാലും എൻ്റെ കൂട്ടുകാർ, ഇമ്മീഡിയറ്റ് എൻ്റെ നല്ല തിക്ക് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരൊക്കെ പറയും സ്ഥാനത്തിൻ്റെ കൂടെ ജീവിക്കാൻ വലിയ പാടാണ്. കാര്യം ആവശ്യമില്ലാതെ അവരോട്ട് വഴക്കിടും. പരിചയമില്ലാത്തവരുമായിട്ട് നമ്മൾ വഴക്കിടാൻ പോകത്തില്ല. അതാ സ്നേഹം കൊണ്ടല്ലേ?
ആയിരിക്കാം, അതായിരിക്കാം ആ എൻ്റെ ഒരു psycho. ഡെപ്ത് കൊണ്ടല്ലേ ആ ഒരു വഴക്ക് വരുന്നേ. അല്ലെ അത് വരികയല്ലോ, നീ അതിന്റെ പാടായി എന്നെ എവിടെയെങ്കിലും കാണിച്ചു. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. ശരിക്കും ചേഞ്ചേട്ടാ, ശരിക്കും ആദ്യം പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് കോളേജ് ടൈംസിലെ ഇഷ്ടമായിരുന്നു ഫിലിം, അതോ ഭയങ്കര സിനിമയോടൊരു ക്രേസ്, അതുകൊണ്ടാണോ ഈ നാടകം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ട്? ഞാൻ ആക്ച്വലി ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പം അവിടുത്തെ സ്കൂൾ നാടകങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ അത്യാവശ്യം മോശമല്ലാതെ പാടുമായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ വർഷവും 3 സർട്ടിഫിക്കറ്റ് കിട്ടും, LKG to 10th എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഒന്ന് ലൈറ്റ് മ്യൂസിക്കിനാണ്, ഒന്ന് ഹിന്ദി റെസിറ്റേഷനാണ്, ഒന്ന് ഫാൻസി ഡ്രസ്സിനാണ്. ഐ തിങ്ക് ആ ഫാൻസി ഡ്രസ് ഹാസ് ബീൻ ദ ഇൻസ്പയറിംഗ് ഫോഴ്സ്. അവിടുന്ന് ഞാനിങ്ങനെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പം എന്നെ ടു ബിക്കം എന്താ പറയുക, നമ്മൾ പ്രച്ഛന്ന വേഷം, പല പല വേഷങ്ങൾ കെട്ടി എത്തുക എന്നുള്ളത് അന്നേ മനസ്സിൽ LKG തൊട്ട് തുടങ്ങുന്നത്, 3.5 വയസ്സിൽ തുടങ്ങുന്നതല്ലേ. ആ ക്രേസാണ് നമ്മളെ സിനിമയിലോട്ട് എത്തിച്ചത്. LKG എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു തിരിച്ചറിവ് പോലും ഇല്ലാത്ത സമയം. അതെ, ശരിയായിരിക്കാം. ഞാനത് തിരിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം അച്ഛനും അമ്മയും നന്നായിട്ട് പാടുമായിരുന്നു. അച്ഛൻ നന്നായിട്ട് പാടുമായിരുന്നു. അമ്മയും നന്നായിട്ട് ഇപ്പോഴും പാടും. ജയിഞ്ചേട്ടാ നന്നായി പാടാൻ അറിയാമോ? ഞാൻ പാടും, പക്ഷെ കേൾക്കുന്നവർ പാടുപെടും. ഞാൻ പാടുപെടൂല. ജയിഞ്ചേട്ടാ നന്നായി പാടും എന്നറിയാം. ജയിഞ്ചേട്ടാ ഒന്ന് പറയണം. പാടാ, നമുക്ക് സംസാരിക്കുന്നതിനിടെ എപ്പോഴെങ്കിലും ഒരു പാട്ട്. ഇല്ലില്ല, ഉറപ്പാണേ. പിന്നെ അപ്പൊ അങ്ങനെ ഇപ്പം കോളേജ് ടൈംസ് വന്നപ്പോഴത്തേക്ക് നാടകം, കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കൂടുതലും സോങ്സിലായിരുന്നു, പാട്ട് പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് PG കഴിഞ്ഞ സമയത്ത് ട്രിവാൻഡ്രത്ത് ഒന്ന് PG ഞാൻ അവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ സമയത്താണ് കാവാലം നാരായണ പണിക്കർ സാറുമായിട്ട് ഒരു ബന്ധം വരികയും ഞാൻ ആ നാടക കളരിയിൽ പോയി ഒരുപാട് കാലം നാടകം കണ്ടുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് അത് സ്വപ്നവാസവദത്ത എന്ന് പറയുന്നൊരു നാടകം നടക്കുന്ന സമയത്ത് അതിലെ മെയിൻ ക്യാരക്ടർ സ്വപ്നവാസവദത്തനായിട്ട് എന്നെ കാസ്റ്റ് ചെയ്ത്, അദ്ദേഹം തന്നെ കാസ്റ്റ് ചെയ്തു. പിന്നെ കാവാലം നാരായണ സാറ് തന്നെ ഒരു അകന്ന ബന്ധു കൂടിയാണ് അദ്ദേഹം. സത്യത്തിൽ അതിന്റെ ട്രെയിനിങ് തുടങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞു, നിന്നെ കൊണ്ട് അത് ചെയ്യിക്കാം. നമുക്ക് ചോദിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും അങ്ങോട്ട്? ഉറപ്പല്ലേ, ഞാൻ ആരുടെ ചാൻസ് ചോദിക്കാത്ത? അല്ല, അദ്ദേഹത്തോട് കാവാലം സാറിന് ഞാനൊരു ചാൻസ് ചോദിക്കുകയല്ലോ, ഞാൻ ഇത് ചെയ്തോട്ടെ. അല്ലേ, നമ്മൾ ഈ അവിടെ പോയി ഇരിക്കുക, വൈകുന്നേരം ശാസ്ത്രവന സ്കൂളിലാണ് റിഹേഴ്സൽ. ശാസ്ത്രവന സ്കൂളിലെ അതിൻ്റെ അകത്ത് പോയിട്ട് ഞാനിങ്ങനെ കുത്തിയിരിക്കുക. എന്തിനാ ഒരുത്തൻ അവിടെ വന്നിരിക്കുന്നത്? അപ്പം ഈ വന്നിരിക്കുന്ന ഇതിനോടുള്ള ആഗ്രഹം കൊണ്ടല്ലേ. അവിടെ ശിവനും കൃഷ്ണകുമാറും നമ്മുടെ തേങ്ങാ ബിജു, ഇപ്പോഴത്തെ നമ്മുടെ തട്ടി ഉപ്പുമുളകിലേക്ക്, ഇവരൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പോയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനൊറ്റ ഉദ്ദേശമല്ലേ ഉള്ളൂ, നമുക്ക് അഭിനയിക്കണം. അതെ. അപ്പം ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, പൂജപ്പുര ചാടിയർ റോഡിൽ അദ്ദേഹം താമസിക്കുന്നത്. അവിടെ പോയി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ നമുക്ക് പരിഗണിക്കാം. എൻ്റെ അമ്മാവനുമായിട്ടൊക്കെ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു ആലപ്പുഴ വെച്ചിട്ടൊക്കെ. അങ്ങനെ അതിൽ ചെയ്യിക്കാൻ നിന്ന സമയത്ത് യാദൃശ്യമായിട്ട് സൗമിനി എന്ന് പറഞ്ഞൊരു സീരിയൽ എന്നെ ഹീറോ ആയിട്ട് കാസ്റ്റ് ചെയ്യുക. നീനാക്കുറുപ്പ് ഹീറോയിൻ, ഞാൻ ഹീറോ. അപ്പൊ അദ്ദേഹം ഇത് കണ്ടു, നിനക്ക് പറ്റിയത് അതാ, നീ അങ്ങോട്ട് പോക്കും, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അല്ല, അതിലെങ്ങനെ കിട്ടി? അത് പേപ്പറിൽ നടന്മാരെ ആവശ്യമുണ്ട്. 1008 എണ്ണം വരുമല്ലോ എന്നും പത്രം. ഞാൻ പത്രം തുറന്ന ഫ്രണ്ട് പേജ് ഒന്നും വായിക്കത്തേയില്ല. നേരെ 3ാമത്തെ 4ാമത്തെ ചാൻസ് എവിടെ കിട്ടുന്നു. അങ്ങനെ മഞ്ജു ആർട്സ് എന്ന് പറഞ്ഞിട്ട് മാർത്താണ്ഡത്തുള്ള പ്രൊഡ്യൂസറാണ്. അവർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി വന്ന ക്യാമറാമാൻ അറിയും, വൈദി. ഇപ്പോഴത്തെ വൈദി എന്ന് പറഞ്ഞാൽ ഫേമസ് ക്യാമറാമാനാണ് വൈദി. രാജേഷ് എന്ന് പറഞ്ഞ ഡയറക്ടർ, ഇപ്പോഴത്തെ നാഷണൽ അവാർഡ് വാങ്ങിച്ച ആൽബർട്ട് അസോസിയേറ്റ് ഡയറക്ടർ. ഇവരൊരു അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി വന്ന എൻ്റെ പ്രായമുള്ള കുറച്ച് പേർ, അവരെല്ലാവരും കൂടെ ഒരു സീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അവർക്കൊരു ഹോസ്പിറ്റലുണ്ട് മാർത്താണ്ഡം ജംഗ്ഷനിൽ, മഞ്ജു ക്ലിനിക്. ഇവരുടെ പെങ്ങളാണ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ് ആ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ സ്നേഹാർത്ഥം, പെങ്ങളോടുള്ള സ്നേഹത്തിൽ അങ്ങനെ പേരിട്ട്, അച്ഛൻ ഡോക്ടറാണ്, അമ്മ ഡോക്ടറാണ്, അവർ കൊടുത്ത പൈസയിലാണ് പ്രൊഡക്ഷൻ. അതിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. പിന്നെ ഇങ്ങനെ തുടങ്ങി പരിപാടികൾ. അസിസ്റ്റന്റ് ഡയറക്ടറായി. ഭയങ്കര ഹാപ്പി ആയിരുന്നില്ല? ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. പിന്നെ അതിനകത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് നീനാക്കുറുപ്പ് ഭയങ്കര സൂപ്പർ സ്റ്റാർ, മിനി സ്ക്രീനിലെ സൂപ്പർ സ്റ്റാർ. നീനാക്കുറുപ്പാ ഭാര്യ. അപ്പൊ ഞാൻ പോയി ഇങ്ങനെ നീനാക്കുറുപ്പിന് തൊടാനൊക്കെ പേടിയാ. ഫസ്റ്റ് സീൻ ഡയറക്ടർ. അപ്പൊ ഞാൻ അതിനകത്ത് ഒരു 9 വർഷം ഗൾഫിൽ നിന്നിട്ട് ഭാര്യയെ കാണാൻ തിരിച്ചു വരുന്ന ഭർത്താവിന്റെ റോളാണ്. വന്ന് കണ്ടു കഴിയുമ്പോൾ എന്തൊക്കെ വികാരങ്ങൾ മുഖത്ത് വരണോ അതൊക്കെ വരണം. അത് കഴിയുമ്പം പുള്ളി അവർ ഈ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായതല്ലേ, സിനിമ അവരുടെ മനസ്സിൽ, സീരിയലൊന്നും അല്ല. എന്നോട് പറഞ്ഞു റൗണ്ട് റോൾ ഇട്ടിട്ട് പറഞ്ഞു നടുക്ക് വന്നിട്ട് കെട്ടിപ്പിടിക്കണം. ഞങ്ങളിങ്ങനെ കടകളാന്ന് ചുറ്റും പോയിക്കൊണ്ടിരിക്കും. എല്ലാവരെയും ക്ലിയർ ചെയ്തു. എനിക്കാണ് പൂക്കിൽ പറക്കുന്ന പോലെ. ഇത് കഴിഞ്ഞിട്ടൊരു സീനുണ്ട്, കട്ടിലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കൈ ഞങ്ങളെ ഇങ്ങനെ കൈ തൊടുന്നത്. അപ്പോൾ ഒരു കൈ നീനാക്കുറുപ്പിന്റെ ഇങ്ങനെ വരിക, ഇത്
ഒരുപാട് ടേക്ക് പോയോ? ഒരുപാട് ടേക്കല്ല, കുറെ തെറിയും കേട്ടോ. അങ്ങനെ വായിന്ന് രാജേഷിന്റെ വായിന്ന് എന്തോന്ന് വാട്ട് ആർ യു ഡൂയിങ് എന്നൊക്കെ തമിഴ് കലർന്ന് ഇംഗ്ലീഷാ. അപ്പൊ പേടിയല്ലേ ജയൻ ചേട്ടാ? അല്ലെങ്കിലേ മേടിച്ച് പറയും. ഒരു ഡയറക്ടറും കൂടെ വഴക്ക് പറയുമ്പോഴത്തേന് അതിന്റെ വിഷയം എന്താണെന്നറിയോ? എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷൻ ഒന്നും അത്രയും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് ചാൻസ് ചോദിച്ചു, ഒരുപാട് തെണ്ടി തിരിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ തെണ്ടാനുള്ള യോഗം ഉണ്ടെന്ന് ഞാൻ പറയും. ചാൻസിന് വേണ്ടി തെണ്ടിയതാ. ഇതെല്ലാം കഴിഞ്ഞൊരു വേഷം കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര ഓവർ എക്സൈറ്റഡ്. അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് തെറ്റരുതെന്നുള്ള കോൺഷ്യസ്നസ് ഉണ്ട്. പക്ഷേ ആ കുഴപ്പമാണ്. ജയൻ ചേട്ടാ അതിന്റെ ഇടയ്ക്ക് ഒരു ഡയറക്ട് ചെയ്തില്ലേ ഞാനൊരു മൂവി, അത് ഞാൻ ഈ അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റുമായിട്ടൊക്കെ നടന്ന കാലത്ത് അത് സംഭവിച്ചത് യാദൃശ്ചികമായിട്ടാണ്. കാരണം ഞാനൊരു പടത്തിൽ അഭിനയിക്കാൻ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യുന്ന നല്ലൊരു ക്യാരക്ടർ, ഹീറോയുടെ അച്ഛനായിട്ടൊരു ക്യാരക്ടർ ചെയ്യുന്നു. ഞാൻ അതിൻ്റെ അഡ്വാൻസ് വാങ്ങിക്കുന്നു. ഈ അഡ്വാൻസ് തരാൻ ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടെ ചേർത്തല വഴി വന്നപ്പോൾ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ തണ്ണീർമുഖത്തുള്ള ഒരു റിസോർട്ടിൽ ഇരുന്നിട്ട് ഞാനും ജിനോയ് ജോസ് എന്ന് പറയുന്ന ഹിന്ദുവിൻ്റെ ഒരു ജേർണലിസ്റ്റ് ഉണ്ട്, ഞങ്ങൾ രണ്ടും കൂടെ ഒരു സമാന്തര സിനിമ, എനിക്ക് പറ്റിയൊരു സ്ഥലമാണ് അതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളൊരു ചെറിയ സിനിമ, ഒരു 3 ക്യാരക്ടേഴ്സ് മാത്രമുള്ള ഒരു ബെഡ് റിഡനായ ഒരു അമ്മയെ നോക്കുന്ന ഒരു മകൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന, വളരെ വൈകി വിവാഹം കഴിക്കുന്ന, എൻ്റെ ജീവിതവുമായിട്ട് കുറച്ച് റിലേഷനൊക്കെയുള്ള അമ്മയും മോനും മാത്രമേ ഉള്ളൂ, ഒരു തുരുത്തിലൊരു വീട് മാത്രം. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറേ വിഷയങ്ങളായിരുന്നു ആ സബ്ജക്റ്റ്. ഞങ്ങളത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ വരുന്നത്. ഇവർ വന്ന് സംസാരിച്ചു. അപ്പോൾ എനിക്ക് അഡ്വാൻസ് തന്നു. എന്നോട് ചെയ്ത് എന്താ സംഭവം? ഞാൻ ഇങ്ങനെ ഞങ്ങൾ ഐലൻഡ് എന്നാണ് ആ പടത്തിന് ഞങ്ങൾ പേരിട്ട്, ഞങ്ങൾ അതിൻ്റെ ചെറിയൊരു ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ചു. അവർ വൈകിട്ട് വരെ നമ്മളോട് കൂടി, രാത്രിയിൽ അവർ പിരിയുന്നു. ഷൂട്ടിംഗ് ഡേറ്റൊക്കെ എന്നെ വിളിച്ചറിയിക്കുന്നു. അളവും കൊണ്ടുപോകുന്നു ഡ്രസ്സിൻ്റെ. ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു വിളി ജയൻചേട്ടാ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഞാൻ എന്താ ചോദിച്ചു. അല്ല, കൺട്രോളർ ബെൻസി അടൂരാണ് വിളിക്കുന്നത്, ചെറിയൊരു മാറ്റമുണ്ട് ആ പടത്തിന്. ഞാൻ എന്താ പ്രശ്നം ഞങ്ങൾ അങ്ങോട്ട് വരാം. നേരെ ഇവർ വരുമ്പോൾ ഞങ്ങൾ പഴയ സ്ഥലത്ത് ഞാനും ചുനോയും ഉണ്ട്. ഇവരവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ആ ഡയറക്ടറെ ഒന്ന് മാറ്റുകയാണ്. സംഭവം എന്താ വെച്ചാൽ അദ്ദേഹം ഈ പ്രൊഡ്യൂസർ ദുബായിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദുബായിലുള്ള ഒരു ഫ്രണ്ട് തന്നെയാണ് ഡയറക്ടർ. അദ്ദേഹം പറഞ്ഞ കഥയിൽ ഈ പ്രൊഡ്യൂസറുടെ മോന് ഹീറോ ആയിട്ട് പ്രോമിനൻ്റ് ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആ കഥയിലുണ്ട്. അപ്പോൾ അങ്ങനെ അവർ എന്നോട് ചേർന്ന് ആ പടം ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷെ ഇവിടെ വരുന്നു, സ്ക്രിപ്റ്റ് എഴുതുന്നു, എന്തൊക്കെയോ പ്രശ്നങ്ങളായി. ഇവർ തമ്മിലൊരു വഴക്കായി. എവിടെ വഴക്കാണോ ചേർച്ചയില്ലായ്മയാണോ, ചുരുക്കം പറഞ്ഞാൽ ഈ ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാവരും കൂടെ വന്നിരിക്കുന്നത്. എന്നോട് വന്നിട്ട് ചേട്ടാ അപ്പോൾ അവർ മധുബാലേട്ടനെ കണ്ടു. മധുബാലേട്ടൻ പറഞ്ഞു ഞാൻ ഡയറക്ഷൻ ഏറ്റെടുക്കത്തില്ല. വേറെ ആരോ ഒരു ഡയറക്ടറെ കൂടെ പോയി കണ്ടിട്ട് അവരെന്നോട് ചോദിച്ചു, ചേട്ടാ ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത് തരാമോ, നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിരുന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ പ്രോജക്റ്റിന് അന്നേരത്തെ അവസ്ഥയിൽ പ്രൊഡ്യൂസറും ഇല്ല. ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, എഴുത്തും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അത് ഇന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ കമ്മിറ്റ് ചെയ്ത വർക്ക്. പക്ഷെ ഒരു കണ്ടീഷൻ അവർ വെച്ചു, ഈ പടത്തിൽ ജയൻചേട്ടൻ അഭിനയിക്കരുത്, ചെയ്യരുത്. ആ അഡ്വാൻസിന്റെ കൂടെ കുറച്ചുകൂടെ എമൗണ്ട്, അതിൻ്റെ ഒരു 3 ഇരട്ടി കൂടെ തന്നിട്ട് ഇത് ഡയറക്റ്റ് ചെയ്ത് തരണം. പക്ഷെ ഈ പടത്തിൽ ഒരു വേഷം, ഒരു ഗ്ലിംസ് പോലും ഉണ്ടാവാൻ പാടില്ല. അത് അവരുടെ ഒരു കണ്ടീഷനായിരുന്നു. ജയൻചേട്ടൻ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങി. രാഷ്ട്രീയം പണ്ടേ ഉള്ളതാണ്. ഇഷ്ടമാണോ? എനിക്ക് ഒരുപാട് ഇഷ്ടം. എനിക്ക് ചുമന്ന നിറമൊക്കെ ഉള്ള രാഷ്ട്രീയമായിരുന്നു ഞാൻ അനുവർത്തിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയം. കോളേജ് ടൈമിലൊക്കെ അത് ജനങ്ങളോടുള്ള സേവയാണ് ഏറ്റവും. ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ ഇപ്പൊ അഭിനയിക്കുന്നത് കൊണ്ട് ജീവിക്കുന്നു, അല്ലാതെ ഇന്ന് വരെ രാഷ്ട്രീയത്തിൽ ഞാൻ ഈ നാട് മുഴുവൻ ഓടി നടക്കുന്നതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ അഴിച്ച് പെട്രോൾ മേടിച്ച് ഞാൻ ഓടി നടന്ന് എൻ്റെ പ്രവർത്തനം നടത്തുന്നു. ജനസേവനമാണോ ജയൻചേട്ടൻ? അല്ല, അതുകൊണ്ടിട്ടല്ല, നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഉപകാരം വരും. ഇതിൻ്റെ ബേസിക് സംഭവം, ജയൻ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു ജീവജാലത്തിന് ഒരു ഉപകാരം ഉണ്ടാവുമെങ്കിൽ അതിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ എൻ്റെ നാട്ടിൻപുറത്ത് നിൽക്കുമ്പോൾ നമുക്കൊരാളുടെ ഒരു വഴിത്തർക്കം ഉണ്ടായി, ഒരു 2 അതിർത്തി തർക്കം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെന്നിട്ട് ഇടപെടുകയാണ്. നമ്മൾ ഒരു സുമതിയും ഒരു മിനിയും തമ്മിൽ വഴക്കുണ്ടായെന്ന് വെച്ചു, നമ്മളവിടെ ചെല്ലുകയാണ്. നമ്മളവിടെ ചെന്നിട്ട് സുമതി ചേച്ചി ഒരു 2 ഇഞ്ച് സ്ഥലം വിട്ടു കൊടുത്ത് അവരുടെ വീട്ടിലോട്ട് ഒരു വണ്ടി പോകത്തില്ലേ, അവരുടെ വീട്ടിലൊരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വണ്ടിയിൽ നിങ്ങൾക്ക് ഒരു സഹായം ചെയ്തെന്നൊരു ഫീല് കിട്ടില്ലേ, നിങ്ങൾക്ക് ഒരു 2 ഇഞ്ച് പുറകോട്ട് മാറ്റി വേലി കെട്ടിക്കൂടെ. അവരോട് നമ്മൾ 2 ഇഞ്ച് ചോദിക്കുമ്പം ഉറപ്പായിട്ടും നമ്മൾ ഒരു പൊതുപ്രവർത്തകനാണ്, നമ്മൾ മാന്യമായിട്ട് ജനസേവനത്തിൽ നിൽക്കുന്ന ഒരാളാണ് തോന്നൽ ആ സുമതി ചേച്ചിക്ക് ഉണ്ടെങ്കിൽ ആ സുമതി ചേച്ചി 1 ഇഞ്ചെങ്കിലും പുറകോട്ട് വേലി മാറ്റി കിട്ടും. അവിടെയാണ് നമ്മുടെ വില. അതാണ് അവിടുന്ന് തുടങ്ങുന്നതാണ് ഈ പ്രവർത്തനം. കാരണം മറ്റുള്ളവർക്ക് നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ശരീരത്തെയും നമ്മുടെ വാക്കുകളെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ പ്രവർത്തനത്തെയും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമാകുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അതാണ് ജനസേവനം.
ശരിക്കും ഈ ഒരു വാക്കുകളുണ്ടല്ലോ ജയിഞ്ചേട്ടാ, അത് ശരിക്കും ജയിഞ്ചേട്ടന്റെ ഉള്ളിലേക്ക് ഇൻസ്പയർ ചെയ്തത് ഒരു ലീഡർ കാരണമാണോ അതോ സെൽഫായിട്ട് തോന്നിയ കാര്യമാണോ? അല്ല, അതിന് ഒരുപാട് പേര് അതിന് ആധാരമായിട്ടുണ്ട്. അത് ഒരാളാണോ രണ്ടാളാണോ എന്നെനിക്ക് എടുത്തു പറയാൻ പറ്റില്ല. പക്ഷെ കുറേ ഇൻസിഡൻസ് ആണ് അതിന് കാരണമായിട്ടുള്ളത്. പലപ്പോഴും ഞാൻ പത്രം വായിക്കുന്ന ഒരു ശീലം പണ്ട് തൊട്ടേ ഉണ്ട്. അത് ഈ അധ്യാപകരുടെ മകനായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ പേപ്പർ വായിക്കുമ്പം നടക്കുന്ന സംഭവങ്ങളിൽ ചില തെറ്റുകൾ കാണുമ്പം, തെറ്റൊന്നും ഞാനിപ്പോൾ ചാനലിന് മുമ്പ് ചൂണ്ടിക്കാണിക്കുന്നില്ല, പക്ഷേ ചില തെറ്റുകൾ, പൊതുപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ചില തെറ്റുകൾ കാണുമ്പോൾ എന്നെ അത് വല്ലാണ്ട് അലോസരപ്പെടുത്താറുണ്ട്. എന്നെ വല്ലാണ്ട് ഞാൻ എടുത്തിട്ട് വൃത്തികെട്ടോ എന്ന് ഞാൻ തന്നെ, ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഭാര്യയുടെയോ അല്ലെ എൻ്റെ അമ്മയുടെയോ എൻ്റെ വീട്ടുകാരുടെ മുമ്പ് വെച്ചാൽ, പക്ഷേ എന്നെ ഇത് വല്ലാണ്ട് ഉപദ്രവിക്കാറുണ്ട്. എൻ്റെ രാത്രിത്തെ ഉറക്കം കെടുത്താറുണ്ട്. അവിടെ നിന്ന് ഞാൻ തിരിച്ചറിയുകയാണ്, ഞാൻ ഒരു പൊതുരംഗത്തോട് താല്പര്യമുള്ള ഒരു മനുഷ്യനാണ്. അല്ലെ, ആർക്കെന്ത് പറ്റിയാലും എനിക്കെന്താ, ഞാൻ അങ്ങനെ തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ പൊതുപ്രവർത്തന രംഗത്തിറങ്ങാൻ യോഗ്യനല്ല. എന്നെ ഈ സമൂഹത്തിൽ നടക്കുന്ന ചെറിയ സാധനങ്ങൾ, ഇപ്പം ഇറാന് മേൽ യുദ്ധം വന്നു കഴിഞ്ഞപ്പം ആ നടക്കുന്ന സംഭവത്തിൽ കുറേ പേര് മരിച്ചു വീഴുമ്പോൾ, അല്ലെങ്കിൽ അതിലൊന്നും ഭാഗമാകാതെ നിൽക്കുന്ന UAE-ലും കുവൈറ്റിലുമൊക്കെ, അവിടെ പാം ബീച്ചിൽ എൻ്റെ കുറേ സുഹൃത്തുക്കൾ താമസിക്കുന്ന ഭാഗത്ത് ഒരു ഇതിൻ്റെ സ്നൈപ്പറിൻ്റെ എഡ്ജോ അല്ലെ ഒരു ഇന്നിപ്പം ഒരു വാർ പ്ലെയിൻ ഷൂട്ട് ചെയ്ത് താഴെയിട്ടുണ്ട്, അതൊക്കെ വന്ന് വീഴുമ്പോൾ എന്നെ അത് ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചറിഞ്ഞോണം എന്നിൽ ഒരു പൊതുപ്രവർത്തകൻ എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അത് ചില സമയത്ത് അത് വല്ലാണ്ട് അങ്ങ് ആളിക്കത്തി അങ്ങ് വലുതാവും. നമുക്കതിന് പ്രതികരിക്കാനൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ ഭീകരമായിട്ട് പ്രതികരിക്കും. ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് പ്രസംഗിക്കും. കുറേ കഴിഞ്ഞിട്ട് പറഞ്ഞ അബദ്ധമായി പോയോ എന്നൊക്കെ ചിന്തിക്കാം. ചിലപ്പം അങ്ങനത്തെ അബദ്ധവും ജീവിതത്തിൽ പറ്റിയിട്ടുണ്ട്. കാരണം മൈക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ ഒരു വാക്കുകൾ പറയുമ്പോൾ? അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതാ ഞാൻ പറഞ്ഞു, അത് വരുന്നിടത്ത് വെച്ച് കാണും. നമ്മൾ പറയാനുള്ളത് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് അറിയാമല്ലോ. ഞാൻ റിട്ടേൺ സ്ക്രിപ്റ്റ് വെച്ചിട്ടല്ല സംസാരിക്കുന്നത്. എൻ്റെ മനസ്സിൽ തോന്നിയ വികാരം ആ ചോദ്യത്തിന് ആനി ബായിയോടുള്ള ഏറ്റവും ബഹുമാനത്തിൽ അതിനെ സത്യസന്ധമായിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് പറയുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഈ സെക്കൻഡ് വരെ ഉള്ളൂ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ, ഇപ്പൊ പറഞ്ഞോളൂ. ശരിക്കും ജയിഞ്ചേട്ടൻ്റെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ ആക്ടർ എന്ന നിലയ്ക്ക് ജയിഞ്ചേട്ടൻ ഇപ്പം ഈ നമ്മൾ മതിലിരിക്കുന്ന തേങ്ങ എന്ന് പറയത്തില്ല, അവിടെയും നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പുറത്തെ പൊളിറ്റിക്സിലും ഇപ്പുറത്തും 50-50 ബേസിസ് ആണ്. ജയിഞ്ചേട്ടൻ ശരിക്കും രണ്ട് സൈഡിലും ജയിഞ്ചേട്ടൻ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഏണിപ്പടി വെച്ച് തന്നാൽ കയറി പോകാവുന്നതേ ഉള്ളൂ. അത് ഈ ഏണിപ്പടിന് തമ്പുരാനായിട്ട് ഞാൻ തന്നെ പണിയണം, അതിന് സഹായം ദൈവവും വേണം. അത് സത്യം. പൊളിറ്റിക്സിലായാലും സിനിമയിലായാലും ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് നമ്മൾ തന്നെ എണിപ്പടി പഴിഞ്ഞാലേ നമുക്ക് കയറാൻ പറ്റും. ഇപ്പോൾ സിനിമയിൽ തന്നെ പുതിയ കുട്ടികൾ എന്താ ചെയ്യുന്നത്, അവർ തന്നെ വന്ന് അവർ കഷ്ടപ്പെട്ട് അവർ പുതിയ സിനിമ ഉണ്ടാക്കി, അവർ പുതിയ ഗ്രൂപ്പിൽ പോയി അവർ പുതിയ സബ്ജക്ട്സ് ഉണ്ടാക്കി, അവരുടെ പുതിയ വേർഷനാണ്. അപ്പം ഇത് എൻ്റെ കാലത്തൊന്നും ഇല്ലാതിരുന്ന കാഴ്ചപ്പാട്. ശരിക്കും ഇപ്പോൾ സിനിമ നമ്മൾ ഉണ്ടാക്കുന്ന, പക്ഷെ അന്നും ഈ ടെക്നിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായി. ആരറിയാം, മമ്മൂക്ക ലാലേട്ടനൊക്കെ അവർ പറയുന്നത് കേട്ടിട്ടില്ലേ, അവർ കുത്തിയിരുന്നിട്ട് അവരൊരു റൈറ്ററെ കൊണ്ടുവന്ന് അവരൊരു സബ്ജക്റ്റ് അവരന്ന് ചെയ്തിട്ടുണ്ട്. അതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി അന്ന് എനിക്കൊന്നും ഇല്ലാതായിപ്പോയി. പക്ഷെ ഇന്ന് പുതിയ ന്യൂജൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അവരന്ന് ചെയ്തിട്ടുള്ളത്. സത്യം, മാറ്റമില്ല. പിന്നെ ഷാജിയേട്ടനൊക്കെ അറിഞ്ഞൂടെ, വിളിച്ച് കൂടെ ഇരുത്തി സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഇവരെല്ലാം കൂടെ ഇരുന്ന് അതിനെ എത്ര വർക്ക്ഔട്ട് ചെയ്യാമോ അങ്ങനെ തന്നെ ചെയ്തു. എത്ര പടങ്ങളാ, നരസിംഹം, മറ്റേ ആറാം തമ്പുരാൻ, മലയാളത്തിലെ എക്കാലത്തെ വലിയ ഹിറ്റുകൾ മൊത്തം അങ്ങനെ ഉണ്ടാക്കിയതല്ലേ. അതെ. എന്താണ് ജയിഞ്ചേട്ടൻ്റെ ഒരു പോസിറ്റീവ്നെസ് ടുവേർഡ്സ് ജനങ്ങൾ? എന്ത് വേണം, അവർക്ക് എന്തെത്തണം എന്നാണ് ജയിഞ്ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട്? നമ്മളൊക്കെ ഒരു വെൽബീയിങ്ങിനും വെൽഫെയറിനും വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് കിട്ടുന്ന 70-75 വയസ്സ് വരെ മാക്സിമം ജീവിച്ചിരിക്കുമായിരിക്കും. ചിലർ അതിന് മുകളിൽ, ചിലർ അതിൻ്റെ താഴെ. അത്രയും കാലവും നമുക്ക് മിനിമം നമുക്കൊരു മനസമാധാനത്തോടെ കിടന്നാൽ അപ്പോൾ ഉറങ്ങാൻ പറ്റണം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിരിച്ചോണ്ട് എഴുന്നേക്കാൻ പറ്റണം. നമ്മുടെ അസുഖങ്ങൾ വരുന്നതൊക്കെ വിധിയാണ്, അതിനൊക്കെ അതിൻ്റെ വഴിക്ക് വിടാം. പക്ഷെ നമ്മളൊരു ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്ത് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും ഉണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലുത്. അതൊന്നും എല്ലാവർക്കും ഒന്നും ഇല്ല ഇവിടെ, അതാണ് എൻ്റെ സത്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു, എല്ലാം അതിന്റെ ഭാഗമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു അനിയത്തി നിലയ്ക്ക് രണ്ട് സൈഡും സപ്പോർട്ട് ആയിട്ടാ ജയിഞ്ചേട്ടൻ. താങ്ക് യു. പക്ഷെ എനിക്ക് തിരിച്ച് സപ്പോർട്ട് വേണമെങ്കിൽ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞില്ല, എന്നാലും ഞാൻ ഭക്ഷണം തരട്ടോ. ജയിഞ്ചേട്ടൻ നല്ല പാട്ടേ, എല്ലാവർക്കും പരിചയമുള്ള നല്ല പാട്ട്. പിന്നെ എനിക്ക് പരിചയമുള്ളതെന്ന് ചോദിക്കരുത്. ഞാൻ ഇന്നേ കുറച്ചു മുമ്പേ നമ്മുടെ മഴയത്തും മുമ്പല്ലേ നമ്മുടെ അതിനകത്ത് ഒരു കൂടെ പാട്ടുണ്ടായിരുന്നില്ല. അതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അഭിനയം കേട്ടോ. അതിനകത്ത് എന്തൊരു അഭിനയം അത്. അയ്യോ, ഒക്കെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചു, അല്ലാതെ നമ്മുടെ നമ്മളെയൊക്കെ ഇത് ക്യാമറയോടെ കേട്ടോ. ഞങ്ങളെയൊക്കെ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ഈ പുള്ളിക്കാരി കാണിച്ചു കൂട്ടിയിട്ടുള്ള കഥാപാത്രങ്ങൾ ഒക്കെ തമ്പുരാന്റെ അനുഗ്രഹം. അമ്മയാണ് സത്യത്തില് ഒരു
പെൺകുട്ടിയല്ല ആൺകുട്ടിയല്ലാത്ത ശബ്ദം. അതെങ്ങനെയാ? സ്വന്തം ഡബിങ് ഞാൻ തന്നെ ഡബ് ചെയ്ത. ഈ കഴിഞ്ഞ ദിവസം മേനോൻ സാർ എനിക്കൊരു അതിനകത്ത് എൻ്റെ ഡയറക്ടർ പാട്ട് അയച്ചു തന്നു കേട്ടോ. അത് ഞാൻ മറന്നുപോയി. അദ്ദേഹം പാടിയിട്ട് അദ്ദേഹത്തിന് ഇപ്പം നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ അതൊക്കെ മേനോൻ അങ്കിളിന്റെ കഴിവ്. മഴയത്തുമ്പയില് കമൽ സാറിന്റെ കഴിവ്. സത്യം, ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ ജനാർദ്ദൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ അതാണ്, ഒരു ആർട്ടിസ്റ്റിനെ എത്ര കഴിവുണ്ടെന്ന് ആർട്ടിസ്റ്റിനെ മോൾഡ് ചെയ്തെടുക്കുന്ന എത്രയാലും ഒരു ഡയറക്ടറാണ് അല്ലേ. നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അത് അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻ, ഈ ഒരു പെർഫോമൻസ് എന്ന് പറയാൻ ആ ഡയറക്ടറിനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ പെർഫോമൻസ് എടുക്കണമെങ്കിൽ ഡയറക്ടർ വിചാരിച്ചാലേ ആർട്ടിസ്റ്റ് ബെസ്റ്റ് ആവുള്ളൂ. ഫുൾ ക്രെഡിറ്റ് ഞാൻ ശരിക്കും പറഞ്ഞ ഡയറക്ടേഴ്സിനാണ് കൊടുക്കുള്ളൂ. എന്നാലും അത് ചെയ്യാനും ഒരു കഴിവ് വേണമല്ലോ. ഒക്കെ തമ്പുരാന്റെ അനുഗ്രഹവും പ്രേക്ഷകരുടെ സപ്പോർട്ടും, നത്തിങ് എൽസ്. നമ്മുടെ കഴിവൊന്നും ഒരിക്കലും അംഗീകരിക്കുന്നില്ല ചേട്ടാ, തമ്പുരാന്റെ കഴിവ്. അതെ, എന്റെ വിഷയം മാറ്റണ്ട. പാട്ട് കണ്ടു കണ്ടു കൊതി കണ്ടണിഞ്ഞ കുയിലേ കുയിലേ നീലക്കുയിലേ. ഇത് നീലക്കുയിൽ തന്നെയാണോ വരി? എന്നോട് വാക്കുകളൊന്നും ചോദിക്കരുത്, ഞാൻ പാട്ട് ആസ്വദിക്കുന്നേ പറഞ്ഞോളൂ. എല്ലാത്തിനും 2 വരി. ഇത് എല്ലാം പകുതിക്ക് വെച്ച് നിർത്തുവാണേ. ഞാനൊരു കാര്യം ചെയ്യാം, ഡൈനിങ്ങിലോട്ട് ചെന്നേച്ച് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ അല്ലെങ്കിൽ ആദ്യം ഭക്ഷണം തരുന്നതിന് മുമ്പ് ഒരു നല്ല പാട്ട് പാടാനുള്ള സമയവും കൂടെ ഞാൻ തരാം. നമുക്ക് ഡൈനിങ്ങിലോട്ട് പോയാലോ? എന്നാ വരും. ഭക്ഷണമാണല്ലോ ആദ്യം വേണ്ടത്. തരത്തില്ല, ശരിയല്ല. ആദ്യം എനിക്ക് പറഞ്ഞ വാക്ക് പാലിക്കും, അന്ന് വെച്ച് തരാം. ശരി. താനേ പോവിട്ട മോഹം മൂകം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്ത നൊമ്പരമായി. താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്ത നൊമ്പരമായി. Dedicated to you. Thank you. ചേട്ടാ, കൊച്ചു എന്നാ വരുവായി? 7th സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞു. ഇനി 7th-ലേക്ക്. ഓക്കെ, മിടുക്കനാ പഠിക്കാൻ? അവന് ഇതുവരെ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്. അതിലൊരു വാശിയൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ദൈവമേ ഇതുവരെ ക്ലാസ്സിൽ തട്ടിമുട്ടി പോകുന്ന പോലെയാ പറയുന്നത്. ഇതുവരെ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്, എന്നാ കൊച്ചു മിടുക്കനല്ലേ? അല്ല, അതിനെയല്ലേ ഞാൻ പറഞ്ഞത്. എന്താ പറയുക, നമ്മൾ ഇതിലൊന്നും ഒരു വിശ്വാസം തോന്നുന്നില്ല. കാരണം ലെറ്റ് ഹിം എക്സൽ, അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പന്റെ ജീനാണോ ഏറ്റവും കൂടുതൽ കൊച്ചിൻ്റെ ഉള്ളത്? അതായത് പാട്ട്, അഭിനയം? അവന് എനിക്ക് ഇപ്പം മനസ്സിലാകുന്ന വെച്ചാൽ അവനോട് ഭയങ്കര ഷൈ ആണ്. പിന്നെ എൻ്റെ ചില കാര്യങ്ങളൊന്നും അവൻ്റെ അമ്മയുടെ അല്ല, എൻ്റെ അല്ല, അവൻ്റെ അമ്മയായാലും ഞാനായാലും ഇട്ട വേഷം എന്താണോ അതിട്ടിട്ടൊക്കെ അങ്ങനെയൊക്കെ പോകുന്നൊരു രീതിയാണ്. പക്ഷെ അവനതല്ല, അവന് ഡ്രസ്സിങ് ഒക്കെ ഭയങ്കര ശ്രദ്ധിച്ച് ഭയങ്കര വെൽ ഡ്രസ്ഡ് ആയിട്ടേ പോവുള്ളൂ. അതെങ്കിലും കണ്ട അപ്പനും അമ്മയും പഠിക്കാൻ, അതാണ് കൊച്ചു ഉദ്ദേശിച്ചത്. അല്ലാതെ അപ്പനും അമ്മയും കയറി ഒന്നും പറയാൻ പറ്റിയല്ലോ കൊച്ചിന്. വെരി പേഴ്സണൽ. ചേച്ചിക്ക് എന്നാ ഇഷ്ടം? ജയിൻ ആക്ടർ ആവാനാണോ പൊളിറ്റീഷ്യൻ ആവാനാണോ ഇഷ്ടം? പൊളിറ്റീഷ്യൻ ആവുന്നതിന് തീരെ താല്പര്യമില്ല അവർക്ക്. ചേച്ചിക്ക് ഇഷ്ടമല്ല, ചേച്ചി ആക്ടർ ആവുന്ന ഇഷ്ടം. എൻ്റെ അമ്മയ്ക്കും ഇഷ്ടം അത് തന്നെയാണ്. ഈ പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് എൻ്റെ മാത്രം വികാരമാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എൻ്റെ മാത്രം ഇഷ്ടം. അതിങ്ങനെ മരിക്കുന്നവരെ ഉണ്ടാവും. അച്ഛന് പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അച്ഛൻ ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെയൊക്കെ തലപ്പത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. അച്ഛന് പൊളിറ്റിക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത്രയും നാൾ അഭിനയിച്ചാല് ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ഇൻ ഫിലിംസ് ഏതായിരുന്നു ഇഷ്ടം? എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയ പടങ്ങൾ കിങ് ആൻഡ് ദ കമ്മീഷണർ, രൗദ്രം, പരുന്ത്, അങ്ങനത്തെ പടങ്ങളാണ്. പക്ഷെ ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ചെയ്ത ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ബ്യൂട്ടിഫുൾ ഒരു കരുണേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു. അത് സത്യം പറഞ്ഞാൽ അത്ര പ്രോമിനൻ്റ് ഒന്നും അല്ല ക്യാരക്ടർ. ജയസൂര്യയുടെ വീട്ടിലെ ഒരു ജോലിക്കാരനാണ്, കാർ ഡ്രൈവർ കം ജോലിക്കാരനാണ്. ഇവിടെ ചുവന്നുകൊണ്ട് നടക്കുന്ന ഒരു സാധനം. പക്ഷെ അതിനകത്ത് 1-2 ഗ്ലിംസസ് ഓഫ് കോമഡി എനിക്ക് സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ചു അങ്ങനത്തെ ഒരുപാട് വേഷങ്ങൾ വരണമെന്ന്, പക്ഷെ ഒന്നും പിന്നെ കിട്ടിയില്ല. ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് വാക്ക് പറഞ്ഞ പോലെ ജയിഞ്ചേട്ടൻ പാലിച്ചു. ഇനി ഞാൻ എൻ്റെ വാക്ക് പാലിക്കണമല്ലോ. ജയിഞ്ചേട്ടാ, ഞാൻ ഉണ്ടാക്കിയ കറി തരട്ടെ? തീർച്ചയായിട്ടും.
കഴിക്കട്ടോ? പിന്നെന്നാ. അപ്പോഴേ ആ ഹോട്ടലിൽ ഇതിന്റെ പേരിൽ ആനീസ് ഡിഷ് വല്ലതും ഉണ്ടോ? സിഗ്നേച്ചർ ഡിഷ് എവറി വീക്കെൻഡ് ഉണ്ടായിരുന്നു. ആണോ? കാര്യം എൻ്റെ ഈ ഒരു ഷോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് മിക്ക പേരും എന്നോട് ചോദിക്കും കഴിഞ്ഞിട്ടാ ഇവിടെ വന്ന് കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. അപ്പോൾ അതെനിക്ക് അവരിലേക്ക് എത്തിക്കണ്ടേ. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയാൽ മാത്രമേ എനിക്ക് അവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ വീക്കെൻഡ്സും ഒരു സിഗ്നേച്ചർ ഡിഷ്. അടിപൊളിയാണല്ലോ. അപ്പാ ഇഷ്ടമായോ? ഗംഭീരല്ലേ? ചേച്ചിയുടെ നാടൻ ഭക്ഷണമാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ നോർത്ത് ഇന്ത്യനൊക്കെ വല്ലപ്പോഴും. സത്യത്തിൽ അധികം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. എന്നാ പിന്നെ ഇന്ന് അത് ചെയ്യായിരുന്നേ. എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കുന്നതല്ലേ നല്ലത്. എന്തിനാ വെറുതെ റിസ്ക്? റിസ്ക് അല്ല, പ്ലീസ് എന്നെ നോക്കിയാണ് പറയരുത് പ്ലീസ്. അങ്ങനെയല്ല, പക്ഷെ എന്നാലും അല്ലേ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആയിട്ട് തരാമായിരുന്നു നെക്സ്റ്റ് ടൈം. അടുത്ത നമ്മള് ഏത് ഏണിപ്പടിയാ വെച്ചേക്കുന്നേ ആ ഏണിപ്പടി കയറി അങ്ങ് അറ്റ എത്തുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കും. അപ്പൊ ഈ ഡേറ്റ് ഇല്ല മറ്റില്ല മറിച്ചില്ല എന്ന് പറഞ്ഞ ഉഴപ്പേക്കാൻ നമ്മള് ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടെങ്കിൽ ഇവിടെ തിരിയും. ചേട്ടാ ആയുസ്സും ആരോഗ്യം ദൈവം തമ്പുരാൻ തരും, ഉറപ്പാണ്. ഏണിപ്പടി കയറണ്ടേ? അപ്പൊ പിന്നെ എന്തായാലും തന്നേ പറ്റത്തുള്ളൂ. ആ പൊസിഷനിൽ എത്തുമ്പോൾ ഇവിടെ ഞങ്ങൾ വിളിക്കും. അപ്പൊ വരുമ്പോ ചേട്ടൻ്റെ അടുത്ത് അന്ന് ഞാൻ സ്പെഷ്യൽ കറി ഉണ്ടാക്കി തരും. അല്ല, എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഈ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ 2029 ഇതൊരു ജോൽസിന്റെ ഒരു പ്രവചനമായിട്ടൊന്നും ഇവരാരും കാണണ്ട. എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിനേറിയോ വെച്ചിട്ട് 2029 വി മൈറ്റ് ഹാവ് എൻ എലക്ഷൻ ഫോർ അസംബ്ലി ആസ് വെൽ ആസ് പാർലമെൻറ്റ്. കാരണം ഏകീകരിച്ചുകൊണ്ട് ഒറ്റ ഇലക്ഷൻ ആയിരിക്കും മിക്കവാറും 2029 ഈ പാർലമെൻറ്റ് ഇലക്ഷനോട് സൈമിൾട്ടേനിയസ് ആയിട്ട് അസംബ്ലിയും കൂടെ. കാര്യം കോസ്റ്റ് കട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനോടനുബന്ധിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു കോണിപ്പടി നമുക്ക് പ്ലാൻ ചെയ്യണം. പിന്നെ ഡെഫിനറ്റ്ലി ഞങ്ങളൊക്കെ ഫുൾ സപ്പോർട്ടാണ് ചേട്ടാ, ഫുൾ സപ്പോർട്ട്. ഞാനും എൻ്റെ പ്രേക്ഷകരും ഒക്കെ ഫുൾ സപ്പോർട്ട്. എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു വ്യക്തി, ഞങ്ങളൊരു നല്ല ലീഡറിനെ കണ്ടുകൊണ്ടാണല്ലോ കയറ്റി വിടുന്നത്. ഏണിപ്പടി ഞങ്ങൾ എല്ലാവരും താഴെ നിന്ന് ഏണിപ്പടി പിടിച്ചു തരാം, കയറിക്കങ്ങ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് നിന്ന് തന്നാൽ മതി. ഈ ഒരു ബിസിയിലിടയിൽ ഞങ്ങളുടെ ഫാമിലി തന്നെ വേറൊരു വീട്ടിലേക്ക് വന്നതിൽ ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ ടു യു. അല്ല, ഈവൻ ഐ എം താങ്ക്ഫുൾ ടു യു. കാര്യം എന്തറിയോ, അല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. പിന്നെ ഞാൻ ഈ ചാനലിൽ കൂടെ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രേക്ഷകരുടെ മുമ്പിൽ എനിക്ക് കഥാപാത്രമല്ലാതെ ഞാനായിട്ട് എത്തിപ്പെടാൻ ഒരു വീട്ടില് അതെ അങ്ങനെ എത്തിപ്പെടാൻ കിട്ടുന്ന അതൊരു ബ്ലെസ്സിങ് ആണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകൊണ്ടും അതിനെ എത്രത്തോളം എൻ്റെ ഭാഗത്തുനിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയല്ലേ. താങ്ക് യു. അപ്പം വിളിച്ചതിന് ഒരുപാട് നന്ദി. എനിവേ താങ്ക് യു വെരി മച്ച് ജെയിൻ ചേട്ടാ. പ്രേക്ഷകർ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ജെയിൻ ചേട്ടന് വേണ്ടിയുള്ള ഫുൾ സപ്പോർട്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് ജെയിൻ ചേട്ടൻ്റെ കൂടെ നിൽക്കാം. എണിപ്പിടി താഴെ പിടിച്ചു കൊടുക്കാൻ നമ്മളെല്ലാവരും സപ്പോർട്ടായിട്ട് നിൽക്കില്ലേ, വീഴാതിരിക്കാനൊക്കെ നമ്മൾ കൂടെ നിൽക്കാം. എനിവേ പുതിയ വിഭവങ്ങളും പുതിയ അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.